ലോകക്രമത്തെ പതിറ്റാണ്ടുകളായി നിയന്ത്രിച്ചിരുന്ന പെട്രോ ഡോളർ എന്ന സാമ്പത്തിക ആയുധത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. അമേരിക്കൻ ഡോളറിന്റെ ആഗോളാധിപത്യം നിലനിർത്താൻ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുമായി പതിറ്റാണ്ടുകൾക്ക് മുൻപുണ്ടാക്കിയ ധാരണകൾ ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. ഈ സാമ്പത്തിക സുരക്ഷിതത്വം നിലനിർത്താൻ ട്രംപ് ഭരണകൂടം നടത്തുന്ന തീവ്ര ശ്രമങ്ങൾ പലപ്പോഴും യുദ്ധത്തിന്റെ ആക്കം കൂട്ടുന്നതായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇസ്രയേലിനെ മുൻനിർത്തി പശ്ചിമേഷ്യൻ ഭൂപടം മാറ്റിവരയ്ക്കാനുള്ള നീക്കങ്ങൾ ഒടുവിൽ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഡോളറിന്റെ മൂല്യം ഇടിയാതിരിക്കാൻ എണ്ണ വ്യാപാരം ഡോളറിൽ തന്നെ തുടരണമെന്നത് വാഷിംഗ്ടണിന്റെ വാശിയാണ്. എന്നാൽ ഇറാനും റഷ്യയും ചൈനയും ചേർന്ന പുതിയ സഖ്യം ഈ കുത്തകയെ വെല്ലുവിളിക്കാൻ തുടങ്ങിയതോടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കൂടുതൽ കലുഷിതമായി. ട്രംപിന്റെ നയങ്ങൾ പലപ്പോഴും സഖ്യകക്ഷികളെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇറാനെ സാമ്പത്തികമായി തകർക്കാനും എണ്ണ വിപണിയിൽ നിന്ന് പുറത്താക്കാനും നടത്തിയ നീക്കങ്ങൾ ഒടുവിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിമാറി. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് ഡോളറിന്റെ ആധിപത്യം സംരക്ഷിക്കാൻ അമേരിക്ക നടത്തുന്ന അവസാന പോരാട്ടം കൂടിയാണ്. ഇസ്രയേലിന് നൽകുന്ന നിരുപാധിക പിന്തുണ വഴി അറബ് ലോകത്തെ പൂർണ്ണമായും തങ്ങളുടെ വരുതിയിലാക്കാമെന്നായിരുന്നു ട്രംപിന്റെ ആദ്യകാല കണക്കുകൂട്ടൽ. എന്നാൽ ഗാസയിലെയും ലെബനനിലെയും മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾ അറബ് ജനതയ്ക്കിടയിൽ അമേരിക്കയ്ക്കെതിരെ വലിയ രോഷം വളർത്തി. സൗദി അറേബ്യ പോലും ഡോളറിനെ കൈവിട്ട് മറ്റ് കറൻസികളിൽ എണ്ണ വ്യാപാരം നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് അമേരിക്കൻ ഭരണകൂടത്തെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സ്വന്തം കറൻസിയുടെ മൂല്യം തകർന്നാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകരുമെന്ന ഭയമാണ് ഈ യുദ്ധത്തിന് പിന്നിലെ പ്രധാന ചാലകശക്തി. ഇറാൻ തൊടുത്തുവിടുന്ന ഓരോ മിസൈലും ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മാത്രമല്ല അമേരിക്കയുടെ അഭിമാനത്തെ കൂടിയാണ് തകർക്കുന്നത്. ഹിസ്ബുള്ളിയെയും ഹൂതികളെയും അമർച്ച ചെയ്യാൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഗൾഫ് കടലിടുക്കിൽ അണിനിരന്നെങ്കിലും ചൈനയുടെയും റഷ്യയുടെയും പിന്തുണയുള്ള ഇറാൻ വഴങ്ങാൻ തയ്യാറല്ല. ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾ പലപ്പോഴും വൈകാരികവും മുൻകോപത്തോടെയുള്ളതുമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. സമാധാന ചർച്ചകൾക്ക് പകരം ഉപരോധങ്ങളും ആയുധ കൈമാറ്റവും വഴി പ്രശ്നം പരിഹരിക്കാമെന്ന ധാരണ ഒടുവിൽ വലിയൊരു പ്രാദേശിക യുദ്ധത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കുന്നത് അമേരിക്കൻ ട്രഷറിക്ക് വലിയ ബാധ്യതയാക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്തെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പരിഹരിക്കുന്നതിന് പകരം വിദേശത്തെ യുദ്ധങ്ങൾക്കായി ബില്യൺ കണക്കിന് ഡോളർ ഒഴുക്കുന്നത് അമേരിക്കൻ ജനതയ്ക്കിടയിലും അതൃപ്തി ഉണ്ടാക്കുന്നു. പെട്രോ ഡോളർ സംവിധാനം തകർന്നാൽ അമേരിക്ക ലോകത്തിന് നൽകുന്ന സാമ്പത്തിക നിർദ്ദേശങ്ങൾക്ക് ആരും വില കൽപ്പിക്കാത്ത അവസ്ഥ വരും. ഈ ഭീതിയാണ് പശ്ചിമേഷ്യയിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കാനും ഇസ്രയേലിനെ കൊണ്ട് ആക്രമണങ്ങൾ തുടരാനും ട്രംപിനെ പ്രേരിപ്പിക്കുന്നത്. ഇറാൻ ഇസ്രയേൽ യുദ്ധം ലോകത്തെ ഊർജ്ജ വിതരണത്തെ ബാധിച്ചിട്ടുണ്ട്. എണ്ണവില കുതിച്ചുയരുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തളർത്തുന്നു. ഇത് അമേരിക്കയുടെ സ്വാധീനത്തെ കൂടുതൽ ദുർബലമാക്കുന്നു. ചൈന ഈ അവസരം ഉപയോഗിച്ച് യുവാൻ ആഗോള കറൻസിയായി ഉയർത്താൻ ശ്രമിക്കുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയമാണ്. ശത്രുക്കളെ ഒതുക്കാൻ തുടങ്ങിയ യുദ്ധം ഒടുവിൽ സഖ്യകക്ഷികളെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. നയതന്ത്ര ലോകത്ത് ട്രംപിന്റെ നീക്കങ്ങൾ പലപ്പോഴും പ്രവചനാതീതമാണ്. കരാറുകൾ ലംഘിക്കുന്നതും ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നതും വഴി അമേരിക്കയുടെ വിശ്വസനീയത ഇല്ലാതായി. പശ്ചിമേഷ്യയിലെ യുദ്ധക്കളം ഇപ്പോൾ പുതിയ ആയുധങ്ങളുടെ പരീക്ഷണശാല മാത്രമല്ല, പുതിയ ലോകക്രമത്തിന്റെ പിറവിക്ക് കൂടിയാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഡോളറിന് പകരമായി പുതിയൊരു സാമ്പത്തിക ക്രമം വരുന്നത് തടയാൻ ട്രംപ് തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പോരാടുകയാണ്. എന്നാൽ ഈ പോരാട്ടം പലപ്പോഴും വിവേകമില്ലാത്തതും അപകടകരവുമാണെന്ന് ലോകം തിരിച്ചറിയുന്നു. അമേരിക്കയുടെ ഈ വെപ്രാളം ലോകത്തെ മറ്റൊരു മഹാവിപത്തിലേക്കാണ് നയിക്കുന്നത്. സൈനിക ശക്തി കൊണ്ട് മാത്രം സാമ്പത്തിക തകർച്ചയെ തടയാനാവില്ലെന്ന പാഠമാണ് പശ്ചിമേഷ്യ ഇപ്പോൾ നൽകുന്നത്. ഇറാൻ തന്റെ മിസൈൽ കരുത്ത് കാട്ടുമ്പോൾ അമേരിക്ക തന്റെ ഡോളർ കരുത്ത് നിലനിർത്താൻ പാടുപെടുന്നു. ഈ യുദ്ധം അവസാനിക്കുമ്പോൾ പശ്ചിമേഷ്യൻ ഭൂപടം മാത്രമല്ല ആഗോള സാമ്പത്തിക ക്രമം തന്നെ അടിമുടി മാറിയിട്ടുണ്ടാകും. ട്രംപിന്റെ വാശിയും പെട്രോ ഡോളറിന്റെ തകർച്ചയും ചരിത്രത്തിൽ ഒരു വലിയ അധ്യായമായി മാറുമെന്ന് ഉറപ്പാണ്.